പ്രൊവോക്ക് ചെയ്ത് അങ്ങനെ ചോദ്യം ഇങ്ങനെ വെച്ചാൽ എന്റെ വായന എന്തെങ്കിലും പ്രിയങ്ക ഈ പ്രിയങ്ക എന്നാണ് അവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം വേറെ ഏതെങ്കിലും ചോദിക്കും. എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അത് ഒട്ടും അറിയാൻ പാടില്ല, കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മദ്യം നിർത്തി കഴിഞ്ഞാൽ വ്യാജ ദുരന്തം വരുന്ന എനിക്ക് ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ ലിവറും കിഡ്നിയൊക്കെ പോകുന്ന മദ്യം കഴിച്ചാന്ന് എത്ര പേര് ഇപ്പോഴും എന്തോരം പേര് മദ്യം കഴിക്കാതെ ഒന്നും വേണ്ട അതാ ഹെൽത്ത് ക്ലബിൽ പോയിട്ട് കുഴഞ്ഞു വീണ് എത്രയോ പേര് മരിക്കുന്നത് ഹെൽത്തുള്ള ആൾക്കാര്. ഇതൊക്കെ മദ്യം കഴിച്ചിട്ടൊന്നും അല്ലല്ലോ. എന്താ ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവത്തിന് എന്താ ഇനുമാത്രം തെറ്റുകളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ അവിടെ നടക്കുന്നത്? ഞാൻ 30 വർഷം സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ സിനിമാ ലോകം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, ഞാൻ ഉണ്ടാവാൻ നിന്നിട്ടുമില്ല. എനിക്ക് പറ്റാത്ത ഫീൽഡാണ്. ഇപ്പൊ ഇവിടെ തീരെ പറ്റാത്ത ഞാൻ ഇറങ്ങി അങ്ങ് പോയേക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ വേറെ ജോലി നോക്കും. ഈ ലോകത്ത് വേറെ സിനിമ മാത്രമല്ല ജോലി, ഇഷ്ടം പോലെ രംഗങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് ജോലി. അത് നിന്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം കേൾക്കാതിരിക്കല്ല ഞാൻ നിന്റെ അടിമയൊന്നുമല്ലല്ലോ. എനിക്ക് പറയാതെ എനിക്ക് പറയാതെ പറയും, എനിക്ക് പറയാതെ പറയാനാണ് ഞാൻ ഈ സീറ്റിലിരിക്കുന്നത്. നിന്റെ അത് നീയല്ലല്ലോ തീരുമാനം. എന്നെ വിളിച്ചു വരുത്തിയ ചാനൽ ഞാൻ ചോട്ടെ എന്നെ എന്തിനാ ഇവര് വിളിച്ചു വരുത്തുന്നത്? അത് അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട്. അതല്ല നീ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാതിരിക്കല്ലേ എന്റെ ചോദ്യം. ചേച്ചി കുടുംബമൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്, ഫാമിലി ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്, ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ചേച്ചി പല തവണയായിട്ട് പല ഇന്റർവ്യൂസിലായിട്ട് ഇങ്ങനെ മദ്യപാനത്തെ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, 2 അടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്? അതിന്റെ ഒരു ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ആ പറഞ്ഞതിന്റെ? ഞാൻ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ നമ്മളെ വീട്ടിൽ കയറി വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ജോലി ആയിക്കോട്ടെ കയറി വൈകിട്ട് വരുമ്പോൾ എത്ര ഭാര്യമാരുണ്ട് പോയി ഒന്ന് വേർപ്പ് ഒപ്പിയിട്ടോ ചേട്ടാ ചായ എടുക്കട്ടെ എന്നോ എന്താ ഇപ്പൊ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്ന ഭാര്യമാർ വളരെ കുറവായി. ഇപ്പോ ചോദിക്കാറില്ല. ചോദിക്കുന്നത് എന്തായിരിക്കും? ഞാൻ കടുക് വിളിച്ച് പറഞ്ഞായിരുന്നു, സോപ്പ് പൊടി പറഞ്ഞായിരുന്നു, സോപ്പ് പറഞ്ഞായിരുന്നു, ഇത് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇതൊക്കെ ആയിരിക്കും സ്വാഭാവികം പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഞാനൊക്കെയാണ് പറയാൻ അത്രേ ഉള്ളൂ. സ്വിഗ്ഗി ഉണ്ടല്ലോ, നമുക്ക് ഓർഡർ ചെയ്യാം, കുഴപ്പമില്ല, മറന്നുപോയല്ലേ, ജോലി തിരക്കിലായിരിക്കും, വിട്ടു. ഞാൻ പറഞ്ഞത് ഈ അടിക്കുന്ന കാര്യമാണ്. നമ്മൾ വീട്ടിൽ വെള്ളം അടിക്കാൻ കുറേ ഇത്രയും കഴിക്കുന്ന കാശിൻ്റെ നമുക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു, നിങ്ങൾ കുടിച്ചിട്ടല്ലേ നടക്കണത് പറഞ്ഞാൽ അങ്ങ് ബഹളമാണ്. അപ്പോൾ ഈ ബഹളം കണ്ടു കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാർ കുടിക്കുന്ന ആളാണേ, ഞാൻ കുടിക്കാത്തവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, കുടിക്കാത്തവർ കുടിക്കണ്ട, ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് 2 അടിക്കുന്നത് ആണുങ്ങളെ 2 അടിക്കണമെന്ന് പറഞ്ഞു. ഇത് പ്രൊവോക്കിംഗ് ആണ്. അതായത് കഴിക്കാത്ത ഒരാൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഏതോ ഡോക്ടേഴ്സ് പറഞ്ഞ അറിവുണ്ടോ? ആ സ്റ്റഡീസ് കംപ്ലീറ്റ് തെറ്റായിക്കോട്ടെ. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ശരി, ഞാൻ പറയണത് ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. അങ്ങനെ ഞാൻ പറയണതൊക്കെ കേട്ട് ആണുങ്ങളൊക്കെ അങ്ങ് ഞാൻ കുറെ നല്ല കാര്യങ്ങളൊക്കെ കുറെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഇവരൊക്കെ അനുസരിക്കുവോ? കേട്ടേക്കാം, ഒരാൾ കേട്ടാൽ മതി. ഇപ്പൊ 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി പേരിനകത്ത് ഒരാൾക്ക് ഇത് തോന്നലുണ്ടായി കഴിഞ്ഞാൽ അതൊരു തെറ്റാണ്. ഒരു തെറ്റുമില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളായ ഏതോ ഡോക്ടർ ആണുങ്ങളായ ഒരെണ്ണം കഴിക്കുന്നോട് കുഴപ്പമില്ല ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്റെ അറിവ് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിനൊരു കാര്യം ചെയ്യാം. ഈ നമ്മുടെ ഈ കേരളത്തിലുള്ള മദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് നിർത്തലാക്കാൻ നിങ്ങൾക്ക് ഒന്ന് സമരം ചെയ്യാൻ പറ്റുമോ? മദ്യം എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്ക് അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മൾ പറയണത് രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയാൻ രാഷ്ട്രീയപരമായിട്ട് പോകുന്നല്ല. എന്തുകൊണ്ടായിരിക്കും? ഒരു ലോജിക്ക് വെച്ച് ഒന്ന് ആലോചിക്കാമല്ലോ. ചേച്ചി ഒന്ന് പറയാം. അറിയില്ല, ഞാൻ പറയാൻ തയ്യാറല്ല. മദ്യം എന്തുകൊണ്ടാണ് അറിവുണ്ടോ? എന്നാ പറയും. ഒന്ന്, വ്യാജമദ്യ ദുരന്തം ഉണ്ടാവും, ആളുകൾ വേറെ കാര്യങ്ങളിലേക്ക് അഡിക്റ്റഡ് ആവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ. വേറെ പല ഇല്ലീഗൽ സബ്സ്റ്റൻസ് ഉണ്ട്, അതിലേക്കൊക്കെ അല്ലാണ്ട് വരുമാനം വരുന്നോണ്ടല്ലേ? പിന്നീടാണ്, അതൊരു പോയിന്റ് ആണ്. പക്ഷെ ഇത് പിന്നീടാണ്, അത് പിന്നീടുള്ള കാര്യമാണ്. ഇത് ഫസ്റ്റ് രാജദുരന്തം വരുന്നോണ്ടല്ലേ? വ്യാജമദ്യ അതൊരു റീസൺ ആണ്. കുറച്ച് പൈസ കുറച്ച് കൊടുത്തൂടെ? എന്തിനാ പൈസ കൊടുക്കുന്നത്? നിസാര പൈസക്ക് കൊടുക്കുക, അവരൊക്കെ കുറച്ച് കാശ് കുറച്ച് കുടിക്കട്ടെ. ചേച്ചി, ഇത് അവരുടെ റവന്യൂ സോഴ്സ് ആണ്, അത് ശരി തന്നെയാണ്.
അവരുടെ റവന്യൂ സോഴ്സ് ആണെന്ന് ശരി തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് സംഭവം വരുന്നത് വ്യാജദുരന്തം. ഉണ്ടാവും. പിന്നെന്താ, ഇല്ലീഗൽ സബ്സ്റ്റൻസിലേക്ക് പോകും. വെറും കോമൺ ലോജിക്ക് വെച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. അഡിക്റ്റഡ് ആൾക്കാരുണ്ട്, ഇവർക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ അടുത്ത സബ്സ്റ്റൻസിലേക്ക് പോകും. ഇവിടെ കെമിക്കൽസ് ഉണ്ട്, അല്ലെങ്കിൽ ജോയിന്റ്, കഞ്ചാവ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതിനകത്തെല്ലാം പോകും. മോനെ ഇത്രയും സ്നേഹിക്കുന്നല്ലേ ഈ വെള്ളം ഇറക്കിയിട്ട്, എന്തിനാണോ ഇത്രയും കാശ് കൂട്ടണം? അപ്പൊ നിങ്ങൾക്ക് ഈ കാശ് കുറയ്ക്കാനായിട്ടൊക്കെ ഒന്ന് സമരം ചെയ്ത് ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത്തിരി പൈസ കുറച്ച് കൊടുത്താൽ അവർ കുടിച്ചോട്ടെ. ഞാനതിൽ ഇൻട്രസ്റ്റ് അല്ല. അല്ല, ഞാൻ പറയാ എന്റെ വിഷയമല്ല, ഞാൻ പറയുമായിരുന്നു ഈ വ്യാജദുരന്തം കഴിച്ച് മരിക്കുന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴേ മദ്യത്തിനൊക്കെ ഒന്ന് വില കുറച്ചാൽ നല്ലതായിരുന്നു. ഇനി അതും വേണ്ട, നല്ല കള്ള് കിട്ടുമല്ലോ, കള്ള് കുടിക്കുന്നവർ കുളിച്ചോട്ടെ. കള്ള് മാത്രം പല ഇന്റർവ്യൂസിലായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയാം, ആണുങ്ങളായി രണ്ടെണ്ണം അടിക്കണം, അടിക്കുന്ന ആൾക്കാർ അടിച്ചോട്ടെ. ഞാൻ പിന്നെ എന്താ പറയാ, അല്ല ഒരു കാര്യം കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് രണ്ടെണ്ണം അടിക്കുന്നത് പറയാൻ കാരണം ഞാൻ വീണ്ടും പറയുന്നു, എന്റെ വീട്ടിൽ കഴിക്കുന്ന ആളാണ്, എന്റെ വീട്ടിൽ ഇരുന്ന് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. ഞാൻ പുറത്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ 2 10 ഞാൻ വീട്ടിൽ ഇരിക്കാൻ പറയണേ. ഈ പുറത്ത് പോകുമ്പോൾ എന്തുണ്ടാവും, കുറച്ചും കൂടെ ടച്ചിങ്സ് കൂട്ടും, നമ്മുടെ കയ്യിലെ കാശ് പോയിക്കൊണ്ടിരിക്കും, ഫ്രണ്ട്സ് കൂടും, അപ്പൊ അടുത്ത് ഉപ്പിയെടുക്കും. ആ നേരം കൊണ്ട് എന്റെ വീട്ടിൽ സുഖമായിട്ട് ഇരുന്ന് കഴിച്ചോട്ടെ. ഞാനൊരു ചിക്കൻ ഉണ്ടാക്കി എനിക്കൊരു കഷ്ണം കഴിക്കാം, ഞാൻ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല, അപ്പൊ ഞാൻ കഴിക്കും, ചിക്കനാണ് ഞാനും കഴിച്ച് കമ്പനി കൊടുത്ത് ഞങ്ങൾ വീട്ടിലിരിക്കും, അതിന് തെറ്റൊന്നുമില്ല. ചേച്ചി, ഒരു വർഷം കേരളത്തിൽ മദ്യം ഉപയോഗിച്ച് എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് അറിയാവോ? ഏത് നിങ്ങൾ ഇപ്പൊ പറയണ മദ്യമാണോ? അതെ, വ്യാജമദ്യം ഇറങ്ങിയിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ വ്യാജ അതല്ല ഇപ്പൊ നമ്മുടെ നമ്മുടെ ലോകമെമ്പാടുമുള്ള മദ്യം, വ്യാജനല്ലാത്ത മദ്യം, ലോകമെമ്പാടുമുള്ള വ്യാജനല്ലാത്ത മദ്യം കേരളത്തിൽ എത്ര പേര് ചോദ്യം ചോദിക്കട്ടെ, എത്ര പേര് റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്? എന്തേ റോഡ് നന്നാക്കാത്തെ? ആ റോഡൊക്കെ ഒന്ന് നന്നാക്കി കൊടുത്താൽ ഈ ബൈക്ക് പോയി കുഴിയിൽ വീണും വെള്ളത്തിൽ വീണും മരിക്കില്ലല്ലോ. എത്ര ജനം മരിക്കുന്നു, ഓരോ സ്പോട്ടിൽ മരിക്കുന്നു. അത് പറയല്ലേ, ഞാൻ അങ്ങനെ പറയുള്ളൂ. വെള്ളം അടിച്ച് മരിക്കുന്നു പറഞ്ഞു, കാര്യത്തിനും ഒരു പരിധി, അതാ പറഞ്ഞേ, അത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതാ പറഞ്ഞ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വെള്ളം അടിക്കുന്നവര് മരിക്കാൻ വേണ്ടി അടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവര് മരിച്ചേ തീരും. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്, വെള്ളം അടിച്ച് മരിക്കുന്ന ആളുകളാ. അല്ലാതെ എത്ര പേര് ഒരു ദിവസം റോഡിൽ ജീവൻ പൊലിയുന്നുണ്ട്, വണ്ടി റോഡിൽ കുഴിയും, ആ റോഡുകൾ വല്ലതും മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ എത്ര പ്രശ്നങ്ങളിലോ. ഇനി അത് പോട്ടെ, ഇത്രയും വൃത്തികേടായിട്ടാണ് റോഡും കാര്യങ്ങളും പോണേ. പാമ്പ് കടിച്ച ഒരു കുഞ്ഞുകുട്ടി ഇപ്പൊ മരിച്ചു. മരണം ഒരുപാടുണ്ട്. വെള്ളം അടിച്ച് മാത്രം മരിച്ചു എന്ന് പറയല്ലേ. വെള്ളടിച്ച് അവർക്ക് തോന്നിയ പോലെ അടിച്ച് 24 hours അടിച്ച് ലിവർ കത്തിപ്പോയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ച ചോദ്യം പാമ്പ് കടിച്ച് മരിച്ചത് അത് ഞാൻ മരണം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. വെള്ളടിച്ച് എത്ര പേര് മരിക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാണ്. ഇപ്പൊ മദ്യപാനം നിർത്താൻ തീരുമാനിച്ച ഒരാള് ചേച്ചിയുടെ റീൽ കാണുന്നു, അയാൾ ടെംപ്ടേഷൻ ഉണ്ട്, സംഭവിക്കാം, ടെംപ്ടേഷൻ ഉണ്ട്, അയാൾ ചേച്ചിയുടെ റീൽ കാണുന്നു, 2 അടി കുഴപ്പമില്ല, വീണ്ടും ഒരു തോന്നൽ ഉണ്ടായിക്കൂടെ? അപ്പൊ ഒരു കാര്യം ഉണ്ടായിക്കൂടെ? ശരി, തിരിച്ചു ചോദിക്കട്ടെ, സിനിമ കാണുന്നില്ലേ, എത്ര പേര് തലയ്ക്ക് ചുറ്റിയടിക്കുന്നുണ്ട്, വെടി വെച്ച് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ടെമിറ്റേഷൻ പോയിട്ട് എല്ലാവരും വെടിവെച്ച് കൊന്നും ചുറ്റിയോട് തലക്കടിച്ച് നടക്കുവാണോ? എന്റെ ഞാനൊരു വാക്ക് വെച്ചുള്ളൂ, സിനിമയില് എന്തോരം വെള്ളടിക്കുന്നത് കാണിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, ടച്ചപ്പോയിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട ആൾക്കാർ ഈ പ്രിയങ്ക പറയുമ്പോഴാണോ ഇവർക്കൊക്കെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത്? ഞാൻ ചേച്ചിയുടെ കാര്യമാണ് ചോദിച്ചത്. എന്റെ കാര്യം പറയുന്നത് ഇങ്ങനെ പറയുന്നു, അത് ശരിയാണോ തെറ്റാണോ എന്നാണ് എന്റെ ഭാഗത്ത് എനിക്ക് ശരിയാ, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഞാൻ പോയി അടിച്ച് ഫിറ്റായി റോട്ടിൽ കിടന്ന് വണ്ടിക്ക് മുമ്പിൽ ചാടാനോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് അടിക്കണതാണ്. ഞാൻ എന്റെ നിലപാട് ശരിയാണ്. ഞാൻ പറയാം, അടിക്കുന്ന ആൾക്കാര് പുറത്തു പോയി അടിക്കാതെ വീട്ടിൽ ഇരുന്ന് അടിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. കാരണം ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സന്ത അറിയോ, വരുന്ന ഒരിക്കൽ പോലീസ് പിടിച്ച് ഇവിടെ പോകണോ? എടോ, ഇത് അടിക്കണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഹെൽത്ത് ക്ലബിൽ എത്ര പേര് കുഴഞ്ഞു മരിക്കുന്നുണ്ട്, ഒരു വെള്ളം അടിക്കാത്ത ആൾക്കാർ മരിക്കുന്നില്ലേ? ശരി, ഒരു ഉദാഹരണം പറയാം, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതാ പറഞ്ഞ. അപ്പൊ അത് വെള്ളം അടിച്ചുകൊണ്ട് മാത്രം കരള് പോയി കിഡ്നി പോയി എന്ന് പറയല്ലേ? ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുമൂലം ഉണ്ടാവുന്ന ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആണോ? അവോയ്ഡ് ചെയ്യാത്തവർ എന്ത് ചെയ്യാൻ പറ്റുന്നു? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ചേച്ചി പോലുള്ള ഒരാൾ എന്ന് പറയാണ്, ചെറുതടിച്ചോ കുഴപ്പമില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ കേട്ട് അടിക്കുന്ന ആൾക്കാരോ? അന്നാ ഞാൻ പറയണ, മക്കളെ നിങ്ങളാരും അടിക്കില്ല കേട്ടോ, നിങ്ങൾ ചത്തുപോകും. അവരനുസരിക്കുവോ? എന്തുവാടോ ഇതൊക്കെ? ഇതൊക്കെ വില കുഞ്ഞു കൊച്ചുങ്ങളോട് പോയി, ഇത്രയും പോലെ കുഞ്ഞു പിള്ളേരോട് പോയി ചോദിക്കും. പ്രിയങ്ക ഈ പ്രിയങ്ക എന്നാണ് അവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. വേറെ ഏതെങ്കിലും ചോദിക്കേ? അല്ല, എന്നോട് ഇതൊന്നും ചോദിക്കല്ലേ, കാരണം വെള്ളം അടിച്ചും മരിക്കും. ഇനി ഞാൻ പറയാം, അതെ, നിങ്ങളാരും വെള്ളം അടിച്ചിട്ടും മരിക്കല്ലേ കേട്ടോ, നിങ്ങൾ കഴിക്കരുത്, അവരനുസരിക്കട്ടെ. സിനിമാ തിയേറ്ററിൽ മോനൊരു കാണിച്ച് മോനൊരു റോൾ അഭിനയിച്ച് എല്ലാവരും കാണിച്ചു കൊടുക്കുക, വെള്ളടിക്കരുത് കേട്ടോ, മരിച്ചു പോകും എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അവിടെ മര്യാദക്ക് എഴുതി കാണിക്കുന്നില്ല. എന്താ അതൊക്കെ അനുസരിക്കുന്നുണ്ടോ ആൾക്കാർ? പ്രിയങ്ക പറഞ്ഞാലാണ് അനുസരിക്കണേ. ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കല്ലേ മോനെ, വേറെ ആരോടും ചോദിക്കും. ചേച്ചി ഞാൻ പറയുന്നത് ചേച്ചി മനസ്സിലാക്കി. ഇനി വേറെ ചോദിക്കും. ഞാൻ തെക്കും വടക്കൊന്നല്ല, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. കാര്യം എന്തറിയോ, കുറച്ചും കൂടെ അറിവ് വരാനുണ്ട്. എന്റെ ഇത് വെച്ച്
ലെവൽ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെ, അറിയാം. നിനക്ക് കുറച്ചുകൂടെ അറിവ് വരാനുണ്ട്, കുറച്ച് ചേച്ചി അല്ലേ- പഠിക്കണം അത് കേട്ടോ. ചേച്ചിയല്ലേ തീരുമാനിക്കുന്നത്. കുറച്ച് ഞാൻ എന്ത് പഠിക്കണം, ഞാനൊരു ഞാൻ ഇന്റർവ്യൂ എന്ത് വന്നിരിക്കുമ്പോ പഠിച്ചിട്ടുണ്ട് എന്ന് തീരുമാനിക്കുന്നത് എന്നോട് ചേച്ചിയല്ല. ചോദിക്കുന്ന ആളുടെ അറിവ് എന്തുണ്ടെന്ന് ഞാൻ ജഡ്ജ് ചെയ്യും. ആ. നിനക്ക് ഒരു അറിവും ഇതേ ആയിട്ടില്ല, സെയിം സാധനം ഞാനും ചെയ്യുന്നുണ്ട്. നീ ജഡ്ജ് ഇതേ ചെയ്തോ, സെയിം സാധനം ഞാനും ജനങ്ങൾ ജഡ്ജ് ചെയ്തോളും. അതെ, അവര് ജഡ്ജ് ചെയ്തപ്പോ ഇതിന് കമന്റ് വന്നോളൂ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയാം, ആയിക്കോട്ടെ. മോനെ കുറച്ചും കൂടി ഒന്ന് പഠിക്കണം അയ്യോ കേട്ടോ. ശരി. ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ ചോദിക്കും. ചോദിച്ചോളൂ. ചേച്ചി വളരെ എന്ത് പറയേണ്ടത് ആയിക്കോട്ടെ. ഒരു കാര്യത്തിന്റെ ഒരു ശരി. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞു വെച്ച് പണ്ട് ഏതോ ഡോക്ടർമാർ പറഞ്ഞതും കേട്ടോണ്ടാണ് ചേച്ചി ഇപ്പോഴും പറയുന്നത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വീണ്ടും കുഴപ്പമൊന്നുമില്ല മദ്യത്തെ പിടിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, സമരം ചെയ്ത് മദ്യം നിർത്താൻ നോക്ക്. ഞാൻ- അപ്പൊ വ്യാജ ദുരന്തം വരൂലേ? എന്നെ ശ്ശോ, ഞാൻ ഓർത്തില്ല. അയ്യോ, ഞാൻ മറന്നുപോയി. ഞാൻ വ്യാജ ഇവിടെ ദുരന്തം. മദ്യം നിർത്താനോ അയ്യോ, മദ്യം മദ്യം തുടങ്ങാനോ നിർത്തി വന്ന വ്യാജ ആളല്ല. ദുരന്തം വരുന്ന ഞാൻ പറഞ്ഞ ഇവിടെ ആളാ. ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എന്റെ വന്നിരിക്കുന്നു. പൊന്നെ, എന്നോട് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ചോദ്യങ്ങൾ മദ്യം ചോദിക്കുന്നത്. നിർത്തി കഴിഞ്ഞാൽ വ്യാജ ദുരന്തം വരുന്ന എനിക്ക് ആദ്യമായിട്ട് കേൾക്കുക. ഉത്തരം മുട്ടുമ്പോൾ പിന്നെ കൊഞ്ഞനം ലിവറും കിഡ്നിയൊക്കെ പോകുന്നു മദ്യം കഴിച്ചാന്ന്. എത്ര പേര് ഇപ്പോഴും, എന്തോരം പേര് പിന്നെ മദ്യം കമ്പൗണ്ട് കഴിക്കാതെ. കഴിക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അതാ ഹെൽത്ത് ക്ലബിൽ പോയിട്ട് കുഴഞ്ഞു വീണ് എത്രയോ പേര് മരിക്കുന്നു, ഹെൽത്ത് ഉള്ള ആൾക്കാര്. ഇതൊക്കെ മദ്യം കഴിച്ചിട്ടൊന്നും അല്ലല്ലോ. ഇനി ഇതിനെ ചേച്ചി ചെവിടി വീഴുന്നതാണ് നീയാണ് പറയണത്, ഞാനല്ല. ഞാൻ പറയണില്ല. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഇത്തിരി കഴിവ് വേണം. ചോദിക്കും. ശരിയാ, ഭയങ്കര കുറവാ. കുറവാ. ചോദിക്കും. ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ ഇവിടെ വന്നിരിക്കില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും കഴിവുള്ളതാണല്ലോ ഇത്രയും ഇന്റർവ്യൂസ് എന്നെ കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിൽക്കുന്നത്. നിനക്ക് ഒരുപാട് കഴിവുള്ളതാണല്ലോ. ചേച്ചി അത് മനസ്സിലാക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഞാൻ എന്റെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് എന്റെ നിലപാടായിട്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി പലരും പറയുന്നത് ചേച്ചി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളാണെന്ന്. അതായത് മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഈ പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നതെന്നാണ് എനിക്ക് ഇത്രയും നേരം ചേച്ചിയോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് അതാണ് തോന്നുന്നത്. നിനക്ക് ഒരാൾക്ക് തോന്നിയാൽ മതിയല്ലോ, ബാക്കി കുറെ ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. അത് നീ വിചാരിക്കും, നീ ഞാൻ ഫേക്ക് എന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറഞ്ഞതല്ലേ അക്സെപ്റ്റ് ചെയ്ത അതേ മോനെ. അയ്യോ, ഞാൻ എന്നെ കിട്ടൂല. എന്റെ നിലപാട് ഫേക്ക് ആണെന്ന് നീ പറയുമ്പോ കാരണം മൊത്തത്തിൽ ഫേക്കാരാളുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നല്ലോ ഈശ്വര എന്നുള്ളൊരു ഒരു വിഷമുണ്ടായിരിക്കും. കൊഞ്ഞനം പോലെ കാണിക്കാൻ അവസ്ഥ ആയിട്ടില്ല. കൊഞ്ഞനം ഞാൻ പറയുന്നതിനെ അനുകൂലിക്കണമെന്നില്ല, അതെ, തിരിച്ച് മറുപടി പറഞ്ഞാൽ മാത്രം മതി. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി നേരെ അങ്ങോട്ടാണ്. എങ്ങോട്ട് പോയി? വേറെ കാര്യം പറയുന്നത്. ആര് പറഞ്ഞു? കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ ഞാൻ പറയണ്ടേ, മദ്യം കഴിച്ച് മാത്രമാണ് മരിക്കുന്നത്. നീ ചോദിക്കുന്ന ചോദ്യത്തിന് മൊത്തം ഉത്തരം പറയാതിരിക്കല്ല ഞാൻ. എനിക്ക് പറയാവുന്ന പോലെ കേൾക്കാനാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അത് നിന്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം കേൾക്കാതിരിക്കല്ല ഞാൻ നിന്റെ അടിമയൊന്നുമല്ലല്ലോ. എനിക്ക് പറയാതെ എനിക്ക് പറയാതെ പറയും. എനിക്ക് പറയാതെ പറയാനാ ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നത്. നിന്റെ ചോദ്യങ്ങൾക്ക് അത് നീയല്ലല്ലോ തീരുമാനം. എന്നെ വിളിച്ചു വരുത്തിയ ചാനൽ ഞാൻ ചോട്ടെ, എന്നെ എന്തിനാ ഇവര് വിളിച്ചു വരുത്തുന്നത്? എന്തിനാ? ഇന്റർവ്യൂ ചെയ്യാൻ. അത് അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് അതല്ല, നീ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാതിരിക്കല്ല. എന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ അല്ലെ അത് ആരാ എന്താന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്നെ ഒന്ന് എന്തൊക്കെയോ തെറി പറയും അല്ലെങ്കിൽ എന്നെ കളിയാക്കും എന്നുള്ള സാധനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇല്ല, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് എന്റെ നിലപാടായിട്ട് എന്ത് പറയും? 3-4 തവണ എനിക്ക് ഇന്റർവ്യൂ അല്ല പറയണത്. അതെ, അത് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മീഡിയ കൂടെ അല്ല കിട്ടുന്നത്. പുറത്തിറങ്ങണം, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. അവർ പറയുന്നതാണ് ചേച്ചി സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളാണ്. അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇനിയും കീപ്പ് ചെയ്യും. പക്ഷേ എനിക്ക് ഇത്രയും നേരം നീ ഒരാൾ വിചാരിച്ച എനിക്ക് എന്ത് വിചാരിക്കാൻ? നീ എന്റെ പണി നോക്കി പോ. എനിക്ക് വേറെ ആൾക്കാരുണ്ട്. നീ എന്നെ സപ്പോർട്ട് ചെയ്യേ വേണ്ട. എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വേണ്ട, നിനക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തിനു ധൈര്യമായിട്ട് ഞാൻ മറുപടി പറയും. ഇപ്പോ ഈ ദിലീപിന്റെ കേസിലും എന്തിനാ അതില് പറയും? ദിലീപിന്റെ കേസിലും രഞ്ജിത്തിന്റെ കേസിലും അതുപോലെ രാഹുൽ മാങ്കുട്ടൻ, വേടൻ, ഈ കേസിലൊക്കെ ഈ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവരും വ്യത്യസ്തമായ നിലപാടുകളാണ് എടുത്തത്. പക്ഷെ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഏകദേശം ഒന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്താണ് മനസ്സിലായില്ല. അതായത് ഇപ്പോൾ വേടന്റെ ഇഷ്യൂ വന്നു, രാഹുൽ മാങ്കുട്ടത്തിന്റെ ഇഷ്യൂ വന്നു, ഇപ്പോൾ രഞ്ജിത്തിന്റെ കേസ് വന്നു, ദിലീപിന്റെ കേസ് വന്നു. ഈ കേസുകളിലെല്ലാം ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വിഭിന്നമായ എന്താ പറയുക നിലപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ പേര് വേടനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രോൾ ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദിലീപിന്റെ കേസ് വന്നപ്പോൾ ദിലീപിനെതിരെയായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒട്ടുമുക്കാൽ പേരും ഉണ്ടായിരുന്നത്. രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോൾ അവരൊക്കെ വളരെ സൈലന്റ് ആണ്. അപ്പോൾ രാഹുൽ മാങ്കുട്ടനെ വലിയ രീതിയിൽ ട്രോൾ ചെയ്തു. ഇത് തന്നെ മോനോട് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായ ആർക്കാണ് ബോധമില്ലാത്തത്? ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞത്? എന്താണ് രഞ്ജിത്തിനെതിരെ ആരും സംസാരിക്കാൻ മുന്നോട്ട് വരാം? ഇപ്പൊ വീണ്ടും നീ എന്റെ ചോദിക്കണേ? ഇത് ഞാൻ ഉത്തരം പറഞ്ഞു. വേറെ ചോദ്യം മാറ്റി പിടിക്ക്. ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. റിപ്പീറ്റേഷൻ വേണ്ട. ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞു ഓൾറെഡി. എന്താ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം ഒരാൾ ഒച്ചയെടുത്ത് മുന്നോട്ട് വരാത്തത്?
ഞാൻ ചോദിച്ചു കഴിഞ്ഞതാ ഇത്. പിന്നെ ഇത് വീണ്ടും ഇനി അവരിവരെന്ന് പറയേണ്ട കാര്യമില്ല. അതിനെനിക്ക് മറുപടി ഇല്ല. ഞാൻ മറുപടി ഞാൻ തയ്യാറല്ല. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ഇനി വേറെ ചോദിച്ചോ. ചോദിക്കേ. ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ചോദിച്ചോ. സിനിമ സെറ്റിൽ വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം? ഞാനാ തീരുമാനിക്കണം. അല്ല, ചേച്ചിയുടെ ഒരു അഭിപ്രായമാണ് ചോദിക്കുന്നത്. എന്റെ അഭിപ്രായം ചേച്ചി എന്നോട് തർക്കിക്കാൻ ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ അല്ല ഇത്. അത് മനസ്സിലായി. ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരല്ലേ ഞാൻ തരേണ്ടത്. സിനിമ സെറ്റില് പ്രോബ്ലം, മോൻ എന്ത് പ്രോബ്ലം ഉദ്ദേശിച്ചത്? ഇപ്പോ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഇതെങ്ങനെ പരിഹരിക്കണം? പരിഹരിക്കണം എങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എത്രയോ നിയമവും പോലീസുകാരൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ സിനിമ ഫീൽഡിലാണെങ്കിൽ അതിന് ഡയറക്ടർ ഉണ്ടാവും, അതിൽ പറയാം. അല്ല പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു വിഷയങ്ങൾ സിനിമ സെറ്റിൽ തന്നെ തീർക്കണം. ഇപ്പൊ പറയുന്നത് പോലീസ് നിയമമൊക്കെ ഡയറക്ടർ ആര്യല്ലേ ഞാൻ പറഞ്ഞത്. ഡയറക്ടറോട് പറയാം, പറഞ്ഞിട്ട് തീരാത്ത പോലീസിൽ പോണ പിന്നെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇപ്പൊ സിനിമ സെറ്റിൽ ഒരുത്തൻ എന്നെ തല്ലി, ഞാൻ തിരിച്ചു തല്ലി തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സിനിമ സെറ്റിൽ തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ അവരും കൂടെ വരും. പിന്നെ അവിടെ എന്താ ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവത്തിന് എന്താ ഇനി മാത്രം തെറ്റുകളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ അവിടെ നടക്കുന്നത്? ഞാൻ 30 വർഷം സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ സിനിമാ ലോകം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാവാൻ നിന്നിട്ടുമില്ല. എനിക്ക് പറ്റാത്ത ഫീൽഡാണ്. ഇപ്പൊ ഇവിടെ തീരെ പറ്റാത്ത ഞാൻ ഇറങ്ങി അങ്ങ് പോയേക്കും. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ വേറെ ജോലി നോക്കും. ഈ ലോകത്ത് വേറെ സിനിമ മാത്രമല്ല ജോലി, ഇഷ്ടം പോലെ രംഗങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് ജോലി ചെയ്യാം. അതാണ് എന്റെ ആര് പറഞ്ഞു പോണെന്ന്? എന്നിട്ട് ഞാനിപ്പോഴും സിനിമയിൽ നിൽക്കുന്നില്ലേ? ഞാനിപ്പോഴും സ്റ്റിൽ ഷാജി കൈലാസിന്റെ വരവ് പടപ്പ് റിലീസ് ആവാൻ പോവാ, അടുത്ത ആരംഭം പടപ്പ് റിലീസ് ആവാൻ പോവാ, അടുത്ത പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോവാ. ഞാൻ നിൽക്കുന്നില്ലേ? ആര് പറഞ്ഞു പോകുന്നു? അത് ആ ഒരു സിനിമയിൽ ഏതെങ്കിലും പ്രശ്നം വന്നാൽ, ഒരു ജോലി സ്ഥലത്ത് നമുക്ക് ആ ഒരു ലൊക്കേഷന് പ്രശ്നം വന്നാൽ ഇറങ്ങി പോകുന്ന ഞാൻ പറഞ്ഞു. എല്ലാ ലൊക്കേഷനിലും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് ഉണ്ടായ 2-3 പടം ഞാൻ പണ്ട് കുറച്ച് നാൾ മുമ്പ്. ഇപ്പോൾ ഒരു പ്രശ്നവും സിനിമ ഫീൽഡിലില്ല. കാരണം എന്താ വെച്ചാൽ ഉണ്ടായാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നല്ല ഒതുക്കമായി ഇപ്പോഴത്തെ കുട്ടികൾക്ക് സുഖമായിട്ട് അഭിനയിക്കാം. പക്ഷെ ഇപ്പോഴാണല്ലോ യുവനടിയെ പീഡിപ്പിക്കുന്നത്. അതിപ്പോ ഓരോന്ന് വരുന്ന ഒരെണ്ണല്ലേ. ഞാൻ ചോദിട്ടെ, എത്ര പേര് വേറെ അഭിനയിക്കുന്നുണ്ട്? ഇത് ഒരു കേസല്ലേ ഇപ്പൊ വന്നത്. വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് വരട്ടെ. വന്നിട്ട് അങ്ങനെ തന്നെ വന്നു കഴിയുമ്പോ എന്തായി? ഇതുപോലെ ഒരു കാര്യം സിനിമാ ഫീൽഡിൽ നടക്കാതെ, ഇനി സിനിമ മാത്രം എടുത്ത് പറയുന്നില്ലേ, വേറെ പ്രൊഫഷനിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടാവാം. സ്ത്രീയും പുരുഷനാവുമ്പോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. സ്നേഹിച്ച് പോകുന്നവർക്ക് മാത്രമേ ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റാത്തുള്ളൂ. അവര് പോകുമ്പോ അവര് കറങ്ങി അടിച്ചൊക്കെ വന്നതിന് ശേഷമൊക്കെ പ്രതികരിക്കുള്ളൂ. സ്ത്രീയും പുരുഷനും ആവുമ്പോ പല പ്രശ്നങ്ങളും. സ്ത്രീയുടെ കൂടെയാണ് ഞാൻ പറയണത്. ഈ പറയുന്ന സ്ത്രീ എല്ലാവരും പുരുഷന്മാരെ കാശ് പോയി, പുരുഷന്മാരെ സ്ത്രീയെ പീഡിപ്പിച്ചു, പുരുഷന്മാർ കൂടെ പോയി എന്ന് പറയാറുണ്ട്. ഈ സ്ത്രീയെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീ ഇത്രയും പൈസ കൊടുത്താണ് ഈ പുരുഷനായിട്ട് നിന്നിട്ടുള്ളത്. അപ്പൊ ഈ സ്ത്രീയുടെ ഭാഗത്ത് എന്തുമാത്രം അവർ വിഷമിച്ചിട്ടുണ്ടാവും. അവരെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷന് വേണ്ടി ഇത്രയും കാശ് മുടക്കിയത് സത്യാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഞാൻ പുരുഷന്റെ കൂടെയാണോ നിന്നത്? ഷിയാസ് കരീം എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടോ? ഇല്ല. നാളെ ഒരു സമയത്ത് ഷിയാസ് കരീമാണ് ശരിയെന്ന് വന്നു കഴിഞ്ഞാൽ ശരിയാന്ന്. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഷിയാസ് കരീം തെറ്റാന്ന് ഞാൻ പറഞ്ഞോ? തെളിവുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ഒരു ഭാഗത്തെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ സ്ത്രീയുടെ ഒരു വോയിസ് പോലും നമ്മൾ ആരും കേട്ടിട്ടില്ല. എങ്ങനെ ജഡ്ജ് ചെയ്യും നമ്മൾ ആരെ കുറ്റം പറയേണ്ടത്? തെളിഞ്ഞു വരട്ടെ. തെളിഞ്ഞു വന്നാൽ ആ പാവ സ്ത്രീ ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പറയും. കാരണം അതൊരു സ്ത്രീയാണ്. അവരെത്രയും പൈസ മുടക്കിയ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, തെളിഞ്ഞു വരട്ടെ, അപ്പം നമുക്ക് പറഞ്ഞാൽ പോരെ. ഓക്കെ ചേച്ചി, ഇപ്പം ചേച്ചിയുടെ ഒരു ബൈറ്റ് കണ്ടിരുന്നു ഒരു റീലിനകത്ത്. എന്തോ ഒരു ഇഷ്യൂനെ പറ്റി സംസാരിച്ചു വരുന്നത്, ബിക്കിനി അങ്ങനെ എന്തോ ആണ്. അത് മൊത്തമായി കേട്ടില്ല. ചേച്ചി അതിനകത്ത് പൂർണ്ണമായിട്ട് പറയുന്നതായിട്ടും കേട്ടില്ല. എന്തായിരുന്നു ഇഷ്യൂ? മോനെ, ഇങ്ങനെ ചോദ്യം ചെയ്യാനൊക്കെ വരുമ്പോഴേ, ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇത് മുഴുവൻ കേൾക്കണം. എനിക്കത് നീ അത്ര ബിസി ആയിരുന്നോ? സോറിടാ, നീ ഇത്ര ബിസി ആണെന്ന് പറഞ്ഞാൽ നീ ഭയങ്കര ബിസി ഉള്ള ആളല്ലേ? അറിയില്ലായിരുന്നു, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. വന്നിരുന്ന ഞാൻ വിചാരിച്ചൊരു സാധാരണ വലിയ മനുഷ്യനാണ്, ഇന്റർവ്യൂ കേൾക്കാതെ വന്നിരുന്ന് ഇതെന്തായിരുന്നു ചേച്ചി എന്ന് ചോദിക്കുന്നുള്ള വിവരം എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്നോട് ചോദിച്ച ചോദ്യം അതാണ്, ചേച്ചി ബിക്കിനി ഇടുവോ? പിന്നെ സെറ്റ് സാരി എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുമോ? എനിക്ക് ഇല്ലല്ലോ. ബിക്കിനി ഇടുന്ന സ്ഥലത്ത് ബിക്കിനി ഇടണം. പ്രിയങ്ക എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് ബിക്കിനി ചേരത്തില്ല. അതുകൊണ്ട് പ്രിയങ്ക ബിക്കിനി ഇടില്ല. കാരണം എനിക്ക് പറ്റാത്ത ഞാൻ ഇടാറില്ല. അത് സിനിമയല്ല, കോടികൾ വന്നാലും ഞാൻ ഇട്ടൊന്നും വരില്ല. കാരണം എന്റെ പുറകില് എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരൻ, അച്ഛനില്ല, എന്റെ അനൂപിന്റെ അച്ഛൻ, അമ്മ, എന്റെ വളർന്നു വരുന്ന ഒരു മോൻ, എന്റെ ബ്രദറിന്റെ ഒരു മോളുണ്ട്. ഇവരൊക്കെ മോശം. നീയൊന്ന് മുഴുവൻ സംസാരിക്കാൻ സമ്മതിക്കണം. ഈ ഇടയ്ക്ക് കയറി ഈ തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കണം. അവിടെ നിൽക്കുന്നേ, ഞാൻ ഇത് മുഴുവൻ ഒന്നാമത് എന്റെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഒരു വാലും തുമ്പും കൊണ്ട് ഓടി വന്നിട്ട് എന്താണ് ബിക്കിനി കേട്ടില്ലെന്ന് അത് കേൾക്കണം മോനെ. ചേച്ചിയോടൊക്കെ ഇന്റർവ്യൂ വരുമ്പോ അതൊക്കെ കേട്ടിട്ട് വന്നിരിക്കണം. ഞാൻ പറഞ്ഞിട്ടെ, ഒരു പ്രിയങ്കേനാണ് ഇന്റർവ്യൂ ചെയ്യാമെന്ന് ചാനലുകാർ പറഞ്ഞു.
അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ അതെങ്കിലും ഒന്ന് മുഴുവൻ കേൾക്കണ്ടേ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ കേൾക്കാനുള്ള സന്മനസ് കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ബിക്കിനി മോശം ഡ്രസ് അല്ല, ബിക്കിനി ഇടുന്നിടത്ത് ബിക്കിനി തന്നെ ഇടണം, അതിനൊരു തെറ്റുമില്ല. പ്രിയങ്കയുടെ നിലപാട്, എന്റെ നിലപാട്, എന്റെ കുടുംബം, എന്റെ മോൻ വളർന്നു വരുന്നു. ആ വളർന്നു വരുന്ന ഒരു മോൻ നാളെ അവന്റെ കൂട്ടുകാരായാലും ഞാൻ ബിക്കിനി ഒക്കെ ഇട്ടൊരു ഫോട്ടോ ഇങ്ങനെ കണ്ടിട്ട് നിന്റെ അമ്മയല്ലടാ അതൊന്ന് ചോദിക്കുമ്പോ എന്റെ മോനോ എന്റെ കുടുംബത്തിനോ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഡ്രസ്സും ഞാൻ ഇടില്ല. അതിന് നിങ്ങൾ എത്ര കോടി തന്നാലും ഞാനില്ല. അത് എന്റെ നിലപാട്, എന്റെ അഭിപ്രായം. ബിക്കിനി മോശാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗോവ പോയി നോക്ക്, ബിക്കിനി ചേരാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല എന്റെ കുടുംബത്തിന് ഞാൻ നാളെ മെലിഞ്ഞ് ഇതുപോലെ എനിക്ക് ബിക്കിനി ഇട്ടൂടെ, ഞാൻ ഇടൂലെന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്റെ കുടുംബമാണ് എനിക്ക് വലുത്, ബിക്കിനി അല്ല എനിക്ക് വലുത്. മനസ്സിലായോ? എനിക്ക് ചേരുന്ന എന്റെ വീട്ടുകാർക്ക് അന്തസ്സിന് ചേരുന്ന എന്ത് ഡ്രസ്സും ഞാനിട്ട് അഭിനയിക്കുകയും ചെയ്യും. അവർ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കൂല. അത് എന്റെ നിലപാടാ. എല്ലാവരും എടുക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ എടുത്തോ. കുടുംബജീവിതം കുറച്ച് നന്നായിട്ട് പോകും. ഓക്കെ, ശരി. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നെങ്കിൽ നമ്മളിവിടെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാനായിരിക്കണം. ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് അല്ല, ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിവിടെ വന്ന ഇന്റർവ്യൂ നിന്ന് ചോദ്യങ്ങൾ ഓരോന്ന് ചോദിക്കുക, അതിനുള്ള മറുപടി പറയാം. അല്ലാതെ പ്രകോപി ചെയ്ത് അങ്ങനെ ചോദ്യം ഇങ്ങനെ വെച്ചാൽ എന്റെ വായന എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി വരുന്നില്ല. ഞാൻ പറയാം ചെയ്താലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഞാൻ എവിടെയും പോകാൻ പോലെ ഇവൻ ഞാൻ പുറത്ത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞതല്ല, ചോദിക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പുള്ളിയോട്. മര്യാദക്കുള്ള ചോദ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് ഒട്ടും അറിയാൻ പാടില്ല. കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ശരി, ഞാൻ പഠിച്ചു. ഒന്ന് പഠിപ്പിക്കും.